ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തത്. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണിത്. പക്ഷെ ഞാൻ പറയും അത് ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. നമ്മൾ സാഹചര്യങ്ങളെ ഒരിക്കലും പഴിചാരാൻ പാടില്ല. സാഹചര്യങ്ങളെ പഴിചാരിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിജയത്തിലേക്ക് എത്തില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എലോൺ മസ്ക്. നമുക്കെല്ലാം അറിയാം, സ്പേസ് എക്സ്, ടെസ്ല ഇതിൻ്റെ എല്ലാം ഓണറായിട്ടുള്ള ബില്യണർ ഓൺട്രപ്രണർ ആയിട്ടുള്ള എലോൺ മസ്ക്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സർക്കംസ്റ്റാൻസസ് ഒന്നും തന്നെ അദ്ദേഹം ഈ നിലയിൽ എത്താനായിട്ട് ഫേവറബിൾ ആയിരുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? അദ്ദേഹം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്തു. ഇപ്പോഴും അദ്ദേഹം ലൈഫിൽ 1 മണിക്കൂർ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയിട്ടും, ഇത്രയും വലിയൊരു ബില്യണർ ആണെന്ന് ഉള്ള ആ ഒരു പദവി കിട്ടിയിട്ടും അദ്ദേഹം ഇന്നും 1 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒന്നുമില്ലായ്മയിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷേ എങ്ങനെ? യു ഹാവ് ടു ചേഞ്ച് യുവർ ഡിസിഷൻസ്. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി അറ്റൈൻ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ പ്രോബ്ലംസ് എഴുതുക. ആ പ്രോബ്ലംസിൻ്റെ കൂടെ തന്നെ സൊല്യൂഷൻസും നോട്ട് ഡൗൺ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളത്, അതും കൺസിസ്റ്റൻ്റ്ലി. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പഴിചാരലുകളെല്ലാം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. So thank you for watching.